UDF വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും. KPCC നേതൃത്വം ഇടപെട്ട് കെ മുരളീധരനെ അന്വയിപ്പിച്ചിരിക്കുകയാണ്. VD സതീശൻ കെ മുരളീധരനുമായി സംസാരിച്ചു. ഇതിൽ 22-ാം തീയതി KC വേണുഗോപാൽ മുരളീധരനെ കണ്ടേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അമൽ തേരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, കടുത്ത അതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിന്നും അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച വ്യക്തി എന്ന നിലയിൽ കെ മുരളീധരൻ മാറി നിൽക്കുന്നത് വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് നേതൃത്വം തന്നെ ബന്ധപ്പെടുകയായിരുന്നു മുരളീധരന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പ് നൽകിയോ? പിന്നീട് എങ്ങനെയാണ് ഒരു സമവായത്തിന്റെ പാതയിലേക്ക് മുരളി എത്തുന്നത്? പ്രതീക്ഷ, കെ മുരളീധരൻ രാവിലെ ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം എങ്ങനെയും കെ മുരളീധരനെ ഈ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പുനഃസംഘടന സംബന്ധിച്ച വിഷയത്തിലെ അതൃപ്തിയൊക്കെ ഉണ്ടെങ്കിലും കെ മുരളീധരൻ ചെങ്ങന്നൂരിലെ പരിപാടിയിലേക്ക് എത്തുകയാണ്. ഗുരുവായൂരിലായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നത്. അമ്പലത്തിൽ പോകാനായി പതിവ് പോലെ പോയതാണ് എന്നുള്ളതാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ പുനഃസംഘടനയിൽ കെ മുരളീധരൻ മുന്നോട്ട് വെച്ചിരുന്ന ഹാരിസിൻ്റെ അടക്കമുള്ള പേരുകളുണ്ടായിരുന്നു. ആ പേരുകളൊന്നും പരിഗണിച്ചില്ല എന്നുള്ളതാണ് മുരളിയുടെ അതൃപ്തിക്ക് കാരണമായത്. നിലവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കെ മുരളീധരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്ക് എത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഇത് UDFിൻ്റെ പൊതുവായ ഒരു പരിപാടിയാണ്. മാത്രമല്ല, വിശ്വാസ സംരക്ഷണ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നയാൾ അതുമായി ബന്ധപ്പെട്ടൊരു പദയാത്ര നടക്കുമ്പോൾ അതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ മറ്റ് 3 ഈ പറയുന്ന ജാഥ ക്യാപ്റ്റന്മാരും പരിപാടിക്ക് എത്തിയിട്ടും കെ മുരളീധരൻ വിട്ടുനിന്നാൽ അത് പരിപാടിക്കൊരു ക്ഷീണമായി മാറും എന്നുള്ള കാര്യം VD സതീശൻ കെ മുരളീധരനെ ധരിപ്പിച്ചു. എന്തായാലും പരിപാടിക്ക് വരാൻ കെ മുരളീധരൻ തയ്യാറാകുന്നു. ഒരു അനുനയ നീക്കം സംസ്ഥാന നേതൃത്വം നടത്തി. അനുനയ നീക്കം വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കെ മുരളീധരൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 7 മണിയോടുകൂടി ചെങ്ങന്നൂരിലേക്ക് എത്തും, പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. കെ മുരളീധരൻ പറഞ്ഞ പേരുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു നീക്കം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ പട്ടികയിലേക്ക് ആ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയേക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 22-ാം തീയതി സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും ഈ പട്ടികയിലേക്ക് ആളുകളെ വീണ്ടും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക ജംബോ പട്ടികയാണ്. 59 പേരാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒപ്പം ഒരാളെ കൂടി കൂട്ടിച്ചേർക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എന്തായാലും ഒരു അനുനയത്തിൻ്റെ പാതയിൽ ആണ് കെ മുരളീധരനുള്ളത്. ഒന്നും മയപ്പെട്ടിട്ടുണ്ട് മുരളീധരൻ.